ഈ അരിക്കൊമ്പൻ വിഷയം ഉണ്ടായ ഘട്ടത്തിലാണ് ഹൈക്കോടതി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. അരിക്കൊമ്പന്റെ ഒരു റീലൊക്കേഷൻ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദഗ്ധ സമിതി മുന്നോട്ട് വച്ചിരുന്ന ഈ ശുപാർശകൾ ആ കേസിന്റെ അന്തിമ തീർപ്പിൽ വളരെ നിർണായകമായി വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ മനുഷ്യ അതോടൊപ്പം തന്നെ വന്യമൃഗ സംഘർഷങ്ങളൊക്കെ ഉള്ള പല മേഖലകളുണ്ട്. ഇതുൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ ഈ വിദഗ്ധ സമിതി തുടരാൻ തീരുമാനിച്ചു. ഇവിടെയൊക്കെ തന്നെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക, ഈ ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ശാശ്വത മാർഗത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നതായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ആ കാര്യങ്ങളിൽ വിദഗ്ധ സമിതി പരിശോധന നടക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഇത് വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് വിദഗ്ധ സമിതി കാണുന്നത്. മാത്രമല്ല ഒരു ദുഃഖകരമായ ഒരു സംഭവമായി പോയി. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ആണ് ചെയ്യേണ്ടിയിരുന്നത്, ഈ ഒരു ഡാർട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അത് ലംഘിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിദഗ്ധ സമിതി പരിശോധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് വിദഗ്ധ സമിതി യോഗം ചേരുക. ഓൺലൈൻ വഴിയായിരിക്കും യോഗം ചേരുക. അംഗങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. അതിനുശേഷം വിദഗ്ധ സമിതി ഇക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നാളെ അവധി ദിനമാണ്. തിങ്കളാഴ്ചയോടുകൂടി ഹൈക്കോടതി ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തും എന്നതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഉടൻ തന്നെ ഓൺലൈൻ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതിനുശേഷം ഹൈക്കോടതിക്ക് മുൻപാകെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തും. മാത്രമല്ല കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം വളരെ നിർണായകമാവുകയും ചെയ്യും. നേരത്തെ അരിക്കൊമ്പൻ വിഷയത്തിൽ അരിക്കൊമ്പൻ, അതായത് ആനയുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന നടപടികൾ പാടില്ല എന്നടക്കം ഹൈക്കോടതി പറഞ്ഞിരുന്നു. മാത്രമല്ല വിവിധ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതി അന്ന് ചൂണ്ടിക്കാണിക്കുകയും അല്ലെങ്കിൽ ഈ സബ് കളക്ടറുടെ അടക്കം അല്ലെങ്കിൽ സബ് ജഡ്ജിന്റെ അടക്കം റിപ്പോർട്ട് അന്ന് കോടതിക്ക് മുൻപിൽ വരികയും ചെയ്തിരുന്നു. അന്ന് പറഞ്ഞത് ഈ ആനത്താരകളൊക്കെ തന്നെ കയ്യേറി അതൊക്കെ ഇല്ലാതായി പോയി. അതുകൊണ്ട് തന്നെ ആനകൾക്ക് ഇത്തരത്തിൽ ഇറങ്ങേണ്ട അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലേക്കും ഇറങ്ങേണ്ട. ഈ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, അത് എന്തുകൊണ്ടാണ്? അതിന് പരിഹാരം കാണേണ്ടത് കൂടിയില്ലേ? വനത്തിൽ അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അല്ലേ ഈ അവരുടെ സ്വന്തം ഇടം വിട്ട് നാട്ടിലേക്ക്, നഗരത്തിലേക്ക് ആനകൾ ഇറങ്ങുന്നത്? അതിൽ കൂടി വനം വകുപ്പ് കൃത്യമായൊരു പഠനം നടത്തേണ്ടതാണ്. നമ്മൾ ഇന്നലെ മുതൽ പറയുന്നുണ്ട്, ഈ ആനയെ 2 ആഴ്ച മുൻപ് കർണാടകയെ ഹസനിൽ നിന്ന് പിടികൂടിയതാണ്. റേഡിയോ കോളർ ഘടിപ്പിച്ച കൊമ്പനാണ് തണ്ണീർ. ഇന്നലെ പുലർച്ചെയാണ് മാനന്തവാടിയിലേക്ക് എത്തിയത്.